3000 കോടിയോളം രൂപയുടെ സ്പിരിറ്റാണ് പ്രതിവർഷം സംസ്ഥാനത്തിൻ്റെ ആവശ്യം. ഓരോ വർഷവും കേരളത്തിന് ആവശ്യം 3000 കോടിയോളം രൂപയുടെ സ്പിരിറ്റാണ് കേരളത്തിൽ ആവശ്യമുള്ളത്. ഇത് കർണാടക, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് സാധാരണയായി ഇറക്കുമതി ചെയ്യുന്നത്. ഇതിന് ശാശ്വത പരിഹാരമാകുന്നതാണ് പാലക്കാട് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന സ്പിരിറ്റ് നിർമ്മാണ കേന്ദ്രം. വ്യവസായ സംരംഭം എന്ന നിലയ്ക്കാണ് സ്ഥാപനത്തിന് പ്രാരംഭ അനുമതി സർക്കാർ നൽകിയിരിക്കുന്നത്. പ്രതിവർഷം സ്പിരിറ്റിനായുള്ള മാത്രം ചെലവ് 756.22 കോടി ലിറ്ററും എണ്ണ കമ്പനികൾക്കായി 30.26 കോടി ലിറ്ററുമാണ്. വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, ഇപ്പോൾ പ്രതിപക്ഷം ഈ സ്പിരിറ്റ് നിർമ്മാണ കേന്ദ്രവുമായി ബന്ധപ്പെട്ടൊരു ആരോപണമോ അതുവഴി ഒരു വിവാദമോ സൃഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ വസ്തുതകൾ ഒന്നൊന്നായി പുറത്തു വരികയാണോ? കേരളത്തിൽ ഈ വിദേശ മദ്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റു പല ആവശ്യങ്ങൾക്കുമായി വേണ്ടിവരുന്ന സ്പിരിറ്റിൻ്റെ ആകെ എത്രമാത്രം എന്നുള്ള ആ കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതാകെയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ശരിയായ വിധത്തിൽ നിയമപരമായി ചട്ടങ്ങൾ പാലിച്ച് അത്തരം വ്യവസായങ്ങൾ കേരളത്തിൽ സാധ്യമാകുമോ എന്ന ഒരു സാഹചര്യം, അവിടെയാണ് പാലക്കാട്ടെ ഏലപ്പുള്ളിയിലെ പുതിയ സംരംഭത്തിൻ്റെ പ്രാഥമിക അനുമതി നിൽക്കുന്നത്. അപ്പോൾ വസ്തുതകൾ ഒന്നൊന്നായി പുറത്തു വരികയാണോ? കേരളത്തിൻ്റെ ഇത്തരമൊരു വ്യവസായ സംരംഭത്തിലേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യകത, അതുണ്ടാക്കുന്ന വരുമാന നേട്ടം, ഇതെല്ലാം ഇപ്പോൾ ഒന്നൊന്നായി പുറത്തു വരികയാണോ? നമ്മൾ പുറത്തുവിട്ട കണക്കുകളും വിവരങ്ങളും എന്താണ് ഷീജ? ശരത്, തീർച്ചയായും. കാരണം ഈ ഒരു എലപ്പുള്ളിയിൽ വരുന്ന സ്പിരിറ്റ് നിർമ്മാണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം അഴിച്ചുവിട്ടിരിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതിൻ്റെ വസ്തുതകളാണ് നമ്മൾ കൃത്യമായ രീതിയിൽ തന്നെ പുറത്തുവിടുന്നത്. കാരണം പ്രതിവർഷം സംസ്ഥാനത്തിന് ആവശ്യമുള്ള സ്പിരിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 3000 കോടിയോളം രൂപയുടെ സ്പിരിറ്റാണ് ആവശ്യം വരുന്നത്. ഈ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ കേവലം മദ്യ ഉൽപ്പാദനത്തിന് വേണ്ടിയുള്ളത് മാത്രമല്ല, അത് എണ്ണ കമ്പനികൾ വാങ്ങുന്നതുണ്ട്. അതോടൊപ്പം തന്നെയാണ് വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതുണ്ട്. ഇതിൽ കഴിഞ്ഞ വർഷത്തെ കണക്ക് മാത്രം പരിശോധിക്കുകയാണെങ്കിൽ, അതായത് 2024 കണക്ക് പ്രകാരം മാത്രം സംസ്ഥാനത്ത് ENA എത്തനോൾ, ഇത് രണ്ടും 39.55 കോടി ലിറ്ററാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഡിസ്റ്റിലറികൾക്ക് വേണ്ടി എത്തിച്ച ENAയുടെ കണക്കെന്ന് പറയുന്നത് 9.21 കോടി ലിറ്ററാണ്. അപ്പോൾ സ്പിരിറ്റിന് മാത്രം ആയുള്ള ചെലവ്, അതായത് മദ്യ ഉൽപ്പാദനത്തിന് വേണ്ടിയുള്ള സ്പിരിറ്റിന് മാത്രമായുള്ള ചെലവ് 756.22 കോടി. ഇത് മദ്യ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടുള്ളതിൻ്റെ കണക്കാണ്. ഇനി എണ്ണ കമ്പനികൾ ഇറക്കുമതി ചെയ്തിട്ടുള്ള എത്തനോളിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ 30.26 കോടി ലിറ്ററാണ്. ഇതിൻ്റെ ചെലവെന്ന് പറയുന്നത് 1966.3 കോടി രൂപയാണ്. ഇതിനു പുറമെ വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇറക്കുമതി, അത് 8.34 ലക്ഷം ലിറ്റർ സ്പിരിറ്റാണ് ഇതിനു വേണ്ടി ഇറക്കുമതി ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആകെ നോക്കുമ്പോൾ 3000 കോടിയാണ് ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകുന്നത്. അതിൽ തന്നെ 400 കോടി രൂപ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി മാത്രമാണ്. ഇതിൽ കർണാടക, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കമ്പനികളാണ് പ്രധാനമായും സംസ്ഥാനത്തേക്ക് ഈ സ്പിരിറ്റ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും നമ്മൾ കാണേണ്ട ഒരു വസ്തുതയാണ്. അപ്പോൾ സംസ്ഥാനത്തൊരു സ്പിരിറ്റ് നിർമ്മാണ കേന്ദ്രം ആരംഭിക്കുന്നു. അവിടെ പൂർണ്ണമായും സംസ്ഥാനത്തിന് ആവശ്യമായ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്നിരിക്കെ അത് വലിയ തോതിൽ സംസ്ഥാനത്തിന് നേട്ടമാകുന്ന ഒന്നുകൂടിയാണ്. കാരണം ഈ ട്രാൻസ്പോർട്ടേഷൻ നിരക്ക് അത് നാമമാത്രമായി കുറയുന്നു. അതിനൊപ്പം തന്നെ ഈ പുറത്തേക്ക് പോകുന്ന GST, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന GST സംസ്ഥാനത്തിന് വരുമാനമായി ലഭിക്കുന്നു. അപ്പോൾ അത് സംസ്ഥാനത്തിന് ആ രീതിയിലും നേട്ടമുണ്ടാകുന്ന ഒന്നാണ്. ഇതാണ് അതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് കാടടച്ച് വെടിവെക്കുന്ന ഒരു നിലപാടാണ് പ്രതിപക്ഷം ഇതിൽ സ്വീകരിക്കുന്നത്. കാരണം അവിടുത്തെ ജലചൂഷണം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. പക്ഷേ അവിടെ ജലചൂഷണം പാലക്കാട് ഉണ്ടാകില്ല. കാരണം ഈ സ്ഥാപനം തന്നെ സർക്കാരിന് ഉറപ്പ് നൽകിയിട്ടുള്ളത് ഭൂഗർഭ ജലത്തിൻ്റെ ആവശ്യം ഒരു തരത്തിലും വേണ്ടി വരുന്നില്ല. കാരണം അവിടെ മഴവെള്ള സംഭരണി അവർ ഇതിനകം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പാലക്കാട് ഏറ്റവും വലിയ ഉദാഹരണമാണ് പാലക്കാട് കിൻഫ്രയുടെ പ്രവർത്തനം. അതിൻ്റെ ഭൂരിഭാഗം വെള്ളവും അവിടെയുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ റെയിൻ വാട്ടർ ഹാർവസ്റ്റിലൂടെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒന്നാണ്. അതിനൊപ്പം തന്നെ മലമ്പുഴ ഡാമിൽ ആവശ്യത്തിനുള്ള വെള്ളം ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ ഈ വസ്തുതകൾ ഒന്നും പുറത്തു പറയാതെയാണ് ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ പ്രതിപക്ഷം അഴിച്ചുവിടുന്നത്. ശരത്, ഇപ്പോൾ ഷീജ സൂചിപ്പിച്ചത്, കാരണം ഈ പുകമറകൾ, കേവല വിവാദം
എന്നതിനപ്പുറത്തെ നിലനിൽക്കുമ്പോൾ അതിൻ്റെ വസ്തുതകളാണ് പരിശോധിക്കേണ്ടത്. അങ്ങനെ വസ്തുതകൾ പരിശോധിക്കാൻ കഴിയുന്ന വിധത്തിൽ ആധികാരികമായ കണക്കുകൾ അവതരിപ്പിച്ചാണ് കൈരളി ന്യൂസ് ഇക്കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. ആ നിലയിലുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഷീജ റിപ്പോർട്ട്. ഷീജ, ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ എക്സൈസിൻ്റെ കയ്യിലാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളുള്ളത്. ഇപ്പോൾ ഈ കണക്കുകൾ പ്രകാരം മനസ്സിലാവുന്നൊരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ വർഷം 2024 നോക്കിയാൽ ഈ ENA-യും അതുപോലെ എത്തനോളും ഏതാണ്ട് 39.56 കോടി ലിറ്ററാണ്. 39.55 കോടി ലിറ്ററാണ് കേരളത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഈ ENA-യും അതുപോലെ എത്തനോളും മറ്റ് സംസ്ഥാനങ്ങളിലെ ഫാക്ടറികളിൽ നിന്ന്, വ്യവസായ സംരംഭങ്ങളിൽ നിന്ന്, വ്യവസായശാലകളിൽ നിന്ന്, സ്പിരിറ്റ് നിർമ്മാണ കേന്ദ്രങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിക്കുന്നു. ഒരു ബുദ്ധിമുട്ടും ആർക്കുമില്ല. പക്ഷേ ഇതിൽ ഒരു ഭാഗമെങ്കിലും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാനായാൽ അതിലൂടെ ആളുകൾക്ക് തൊഴിൽ ലഭിക്കും, അതുപോലെ തന്നെ നികുതി വരുമാനം ലഭിക്കും. GST ഇനത്തിൽ കാര്യമായ ഒരു മാറ്റം, പ്രത്യേകിച്ച് കേരളത്തിന് അത്തരം തനതായ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തേണ്ട ഒരു കാലമാണ്. നമ്മൾക്ക് അവകാശപ്പെട്ട പല ഇനത്തിലുള്ള ധനാഗമ മാർഗങ്ങളും അല്ലെങ്കിൽ ധനസ്രോതസ്സുകളും അല്ലെങ്കിൽ ധനവിഹിതവും കേന്ദ്ര സർക്കാർ ഇങ്ങനെ നിരന്തരം നമ്മൾക്ക് തരാതെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിനാകുന്ന, ഇപ്പോൾ പ്രത്യേകിച്ച് നികുതി വരുമാനം എന്നത് GST-യിലേക്ക് പോകുന്നതോടുകൂടിയെല്ലാം സംസ്ഥാനത്തിൻ്റെ ആ നികുതി പിരിവിൻ്റെ ആ നിലയിലുള്ള അധികാരങ്ങളും ഇല്ലാതാകുന്നു. ഒരു രാജ്യം ഒരു നികുതി എന്ന നിലയിലേക്ക് നിൽക്കുകയാണ്. പരിമിതമായ നിലയിൽ മാത്രമാണ് ആ നികുതി അവകാശമുള്ളത്, നികുതി പിരിക്കുന്നതിൻ്റെ അവകാശവും തീരുമാനവുമെല്ലാം. അപ്പോൾ തനതായ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തേണ്ടതുണ്ട്. കേരളത്തിനകത്ത് ചെയ്യാൻ കഴിയുന്ന വ്യവസായ സംരംഭങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ വരുന്ന ഏക പ്രശ്നം ഈ ജലചൂഷണം എന്ന ആക്ഷേപമാണ്. അത് സർക്കാരും അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആ പ്രാഥമിക കരാറിലുമെല്ലാം വളരെ വ്യക്തമായി പറയുന്നു, ഭൂഗർഭജലത്തിൻ്റെ ചൂഷണമില്ല. ആ കമ്പനിക്ക് ആവശ്യമായ ജലം അവർ മഴവെള്ള സംഭരണിയിലൂടെയും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് കരാർ പ്രകാരം പണം കൊടുത്ത് മറ്റു സ്രോതസ്സുകളിൽ നിന്ന് അവിടേക്ക് എത്തിക്കുകയുമാണ്. എന്ന് വെച്ചാൽ ബോർവെൽ ഉപയോഗിച്ച് ഭൂഗർഭജലം ചൂഷണം ചെയ്യുന്ന ഏർപ്പാടില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് പ്രാഥമിക കരാർ. ഇനി അങ്ങോട്ട് പോകുന്ന പ്രാഥമിക കരാർ പ്രകാരം ആ കമ്പനി പ്രവർത്തിക്കുന്നതിൽ നിന്നാണ് പല കാര്യങ്ങളിലും അന്തിമ കരാറിലേക്കും ഒക്കെ പോകാനിരിക്കുന്നത്. ഈ വ്യവസ്ഥകൾ ഉറപ്പാക്കിക്കൊണ്ട് കേരളത്തിന് അനുയോജ്യമായ ഒരു വ്യവസായ സംരംഭം എന്തുകൊണ്ട് വന്നുകൂടാ എന്ന പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. അവിടെയാണ് ഷീജ അവതരിപ്പിച്ച ഈ കണക്കിൻ്റെ വളരെ വലിയ മാനമുള്ളത്. കഴിഞ്ഞ വർഷത്തെ മാത്രം എക്സൈസിൻ്റെ കണക്കുകൾ പ്രകാരം കേരളത്തിലേക്ക് എത്തിച്ചത് 39.55 കോടി ലിറ്റർ ENA-യും എഥനോളുമാണല്ലോ. തീർച്ചയായും ശരത്ത്, കാരണം ഇതിൻ്റെ ഈ കണക്കുകൾ കൃത്യമായ രീതിയിൽ തന്നെ കഴിഞ്ഞ ഒരു വർഷത്തെ സംസ്ഥാനത്തിൻ്റെ സ്പിരിറ്റിൻ്റെ ആവശ്യകത എന്തായിരുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇത് പൂർണ്ണമായും സംസ്ഥാനത്ത് എവിടെയും സ്പിരിറ്റ് ഉൽപ്പാദന കേന്ദ്രം ഇല്ല, സ്പിരിറ്റ് നിർമ്മാണ കേന്ദ്രം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും സംസ്ഥാനത്തിന് പുറത്തു നിന്നുമാണ് ഇവിടേക്ക് എത്തുന്നത്. അപ്പോൾ ഈ പുറത്തു നിന്ന് എത്തുന്ന സ്പിരിറ്റ് അത് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള മാറ്റം സംസ്ഥാനത്തുണ്ടാക്കും. അത് ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അതിപ്പോൾ സമ്പദ് വ്യവസ്ഥയിലാണെങ്കിൽ ആ രീതിയിലുള്ള മാറ്റമുണ്ടാകും. തൊഴിൽ നൽകുന്ന കാര്യത്തിൽ അവിടെ പ്രദേശവാസികൾക്ക് തന്നെ നേരിട്ടും അല്ലാതെയുമായി നിരവധി പേർക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉടലെടുക്കും ഇതിലൂടെ. പക്ഷേ ഇതിൻ്റെ ഇത്തരത്തിലുള്ള വസ്തുതകൾ ഒന്നും തന്നെ പ്രതിപക്ഷം കാണാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്. അതിനൊപ്പം തന്നെ ഈ സ്ഥാപനത്തിന് പ്രാരംഭ അനുമതി, ഈ വ്യവസായ സംരംഭത്തിന് പ്രാരംഭ അനുമതി അത് സർക്കാർ അല്ലെങ്കിൽ എക്സൈസ് മന്ത്രിയുടെ വിവേചനാധികാരം ഉപയോഗിച്ച് നൽകിയ ഒന്നല്ല. KSIDC പ്രത്യേകമായി തന്നെ ഇതിനുവേണ്ടി പ്രത്യേക യോഗം ചേർന്ന് ഈ ഏകജാലക സംവിധാനത്തിലൂടെ ആ ഏകജാലക സംവിധാനത്തിൻ്റെ യോഗം ചേർന്നപ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ എലപ്പുള്ളി പഞ്ചായത്തിലെ സെക്രട്ടറിയെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള വ്യക്തി ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആ അനുമതിയോടുകൂടി തന്നെയാണ്, എല്ലാ അംഗങ്ങളുടെ അനുമതിയോടുകൂടിയാണ് അതിന് പ്രാരംഭ അനുമതി നൽകുന്നത് പോലും. അതിൻ്റെയൊക്കെ മിനിറ്റ്സ് കഴിഞ്ഞ ദിവസം നമ്മൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ വസ്തുതകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഈ വസ്തുതകളിലേക്ക് പ്രതിപക്ഷം പോകുന്നില്ല. ഒറ്റ കാര്യത്തിൽ മാത്രം, ജലചൂഷണം എന്നുള്ളൊരു വിഷയത്തിൽ മാത്രം ഊന്നിക്കൊണ്ടാണ് പ്രതിപക്ഷം മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. അതും തെറ്റായ പ്രചരണമാണ് എന്നുള്ളതാണ് അവിടുത്തെ വസ്തുതകൾ കാട്ടിത്തരുന്നത്.